നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ഒടുവിലെ റിലീസായ രാജീവ് ഗാന്ധി മർഡർ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഹണ്ട് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ റിവ്യൂ ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പകാലത്ത് 6ാം ക്ലാസ്സിലാണെന്നാണ് തോന്നുന്നത്, ഒരു വെക്കേഷൻ എൻഡ് ചെയ്യുന്ന ദിവസം രാവിലെ ഉണരുന്നത് ഒരു ഫോൺ കോൾ അപ്പൂപ്പന് വരുന്നത് ആണ്. അപ്പൂപ്പൻ്റെ അനന്തരവൻ വിളിച്ചു പറയുകയാണ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമ്മുടെ കോൺഗ്രസ് ഫാമിലിയൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് ഫാമിലിയല്ല, BJP ഫാമിലിയല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, കേട്ടപ്പം വീട്ടിലുണ്ട ഒരു മരണം പോലുള്ള ഒരു പ്രതീതിയായിരുന്നു നടുത്തളത്തിൽ. എനിക്കത് തിരിച്ചറിയാനുള്ള ഒരു പ്രായവും വിവരവും ഒന്നും അന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് കേട്ടപ്പം എനിക്ക് തീർച്ചയായിട്ടും ഈ വീട്ടിലുള്ള മുതിർന്നവരുടെ റിയാക്ഷനാണ് നമുക്ക് കൂടുതൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ കാതകി, ശുഭ, തനു, ശിവരശൻ, പത്രങ്ങളിലൊക്കെ ശിവരാശനോ ശിവരശനോ ഇങ്ങനെയൊക്കെയുള്ള തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിനുണ്ടാകുന്ന സമ്മർദ്ദം, ഇവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, തമിഴ്നാട്ടിൽ തന്നെയുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്, എവിടെയാണ് പിടികിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഓർക്കുകയാണ്, അന്ന് ദൂരദർശൻ മാത്രം ഉണ്ടായിട്ട് തന്നെ ഇത് എന്നും ലൈം ലൈറ്റിലായിരുന്നു. ഇന്നത്തെ പോലെ ചാനലുകൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു എന്താ പറയുന്നത്, ഒരു 1000 ശിവരാജന്മാരെല്ലാം അവരിപ്പം അന്ന് കൊണ്ടുവന്നതിനെന്ന് ആലോചിക്കുകയാണ്. വെബ് സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി മികച്ച രീതിയിലാണ് ഇവരിത് ഓരോ എപ്പിസോഡും നെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാസ്റ്റിംഗ് അടക്കം ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ 6 പാക്കും അല്ലെങ്കിൽ ഭയങ്കരമായി ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഓഫീസേഴ്സിന് അതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ സ്റ്റൈലിലുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ഉള്ളതല്ല. പക്ഷേ വളരെ ഷാർപ്പാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓരോ ഓഫീസേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര രസമായിട്ടുള്ള രീതിയിലാണ്, എന്നാൽ ലാഗ് ഇല്ലാതെയാണ്. ഇവരുടെ ഷാർപ്നെസ് നമുക്കറിയാം. ഈ പറയുന്ന പോലെ ഒരു ബാഹ്യമായ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാധീനങ്ങളൊന്നും വന്നില്ലെങ്കിൽ പോലീസോളം നല്ല കിടിലം ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അത് ഒരു കോൺസ്റ്റബിൾ തൊട്ട് അല്ലെങ്കിൽ ടോപ്പിലുള്ളവർ വരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇതിൽ ഇവര് എത്രത്തോളം ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ എത്രത്തോളം ഇതിൽ ഓരോ സ്റ്റേജസിലും കൂടെ തെളിവുകളും അല്ലെങ്കിൽ ചേസിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്താണ്, നമ്മൾ മുൾമുനയിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം അന്നത്തെ സ്റ്റേറ്റ് പോലീസും അല്ലെ ഇവരും ഒക്കെ ആയിട്ടുള്ള പൊളിറ്റിക്സൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ട് പേരുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണുന്നത്. സാധാരണ ഒരു അല്പം വളച്ച് തിരിച്ചൊക്കെ പേരുകൾ ഒക്കെ പറയാറുള്ളൂ. അത് വളരെ ഡയറക്റ്റായിട്ടാണ് ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിസോഡ് ബൈ എപ്പിസോഡ് അങ്ങനെ വളരെ എന്താ പറയുന്നത്, അങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇരുത്താനൊന്നും അവർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഫയൽ ബേസ് ചെയ്ത് തന്നെയാണ് ഇത് ഫുള്ള് പോയിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് തോന്നിയത്, പലപ്പോഴും ഇവരുടെ ആ ലാസ്റ്റ് അങ്ങോട്ട് പിടിക്കാനുള്ള, നമ്മുടെ ഈ പൂച്ചകളെ പോലൊക്കെ ഇങ്ങനെ ടെറസിൽ കൂടെ നടന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വന്നിട്ടില്ല ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. മനോരമയിലാണോ മാതൃഭൂമിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു സപ്ലിമെന്റിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് അതിന്റെ ഒരു ഓഫീസർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബൈ ദ വേ, അതിലെ CK രവീന്ദ്രൻ തന്നെയാണോ നമ്മുടെ മേജർ രവി എന്ന് എനിക്കറിയില്ല. അത് റിസർച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോഴും ഓർക്കുമ്പോഴാണത് വരുന്നത്. അതിലൊരു ബ്ലാക്ക് കമാൻഡോ ഹെഡ് CK രവീന്ദ്രനാണത്, മേജർ രവി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അപ്പൊ ഞാൻ പറഞ്ഞ മനോരമയിലോ മാതൃഭൂമിയിലോ വന്ന സപ്ലിമെന്റിലെ അന്ന് വായിച്ചപ്പോൾ ഉണ്ടായ ഒരു ത്രില്ലിങ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നമുക്കുണ്ടാകുന്നൊരു നിരാശ, അത് അത്രത്തോളം ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, അവർക്കൊരു ഓർഡർ കിട്ടാനുള്ള ഡിലേസ് ഉണ്ടായി. അതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്നുള്ളതൊക്കെ ഇന്നും ദുരൂഹമാണ്. അറ്റ്ലീസ്റ്റ് എനിക്കറിയത്തില്ല. പക്ഷെ അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ വന്നപ്പോൾ ഒരാൾ വിൻഡോ തുറന്നപ്പം ഒരു ബ്ലാക്ക് കമാൻഡോ കണ്ടപ്പം പെട്ടെന്ന് കയറാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വെടിവെച്ച് അകത്ത് കയറിയപ്പോഴത്തേക്ക് അതിന് മുമ്പിൽ ഒരു വാളും കൂടെ ഉണ്ടായിരുന്നു. അത് ഇവരുടെ ബ്ലാക്ക് കമാൻഡോ വിങ്ങിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നതല്ല. ആ ഒരു ഗ്യാപ്പിൽ ഇവർ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുമെന്നാണ് വായിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും ഇതിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞാണോ അതോ അത്രത്തോളം അങ്ങോട്ട് ഇൻറ്റൻസ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല.
അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ ടൈലർ മെയ്ഡായിട്ട് വളരെ എന്താണ് കാച്ചി കുറുക്കി എടുത്തേക്കുന്ന വിഷ്വൽസും സ്ക്രിപ്റ്റും ഒക്കെ തന്നെയാണ്. വളരെ ഹൈപ്പിലാണ് ഇത് വന്നത്. ആ ഹൈപ്പിൽ തന്നെ അവർക്ക് ഒരു OTT എന്നുള്ള രീതിയിൽ അത് പാലിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മിഷനിൽ ഏർപ്പെടുന്ന പോലീസുകാർ ഉറക്കം ഒളിച്ചിട്ട് 2 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഓഫീസിൽ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നവർക്കൊരു ബിഗ് സല്യൂട്ട് ഒരു പൗരനെന്ന നിലയിൽ. തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു അടുത്തിടെ വന്ന ഒരു പൊളിറ്റിക്കൽ വെബ് സീരീസ് തന്നെയാണിത്. വാച്ച് ഔട്ട്. താങ്ക് യു.